ഭൂമാഫിയയെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥ സംഘത്തെ സസ്പെൻഡ് ചെയ്ത് നികത്തിയ ഭൂമി പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ബിജെപി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കെ സുരേന്ദ്രൻ. ഇതുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർമാൻ സന്തോഷ് കുമാർ യാദവിന് കെ സുരേന്ദ്രൻ പരാതി നൽകി. ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ നിർമ്മാണ കമ്പനിയുടെ വാഹനങ്ങളിൽ സ്വകാര്യ വ്യക്തികളുടെ ഭൂമി നികത്താൻ മണ്ണടിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. ഇതിന് കൂട്ടുനിൽക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർമാൻ സന്തോഷ് കുമാർ യാദവിന് കെ സുരേന്ദ്രൻ പരാതി നൽകി. മൂന്നൂർ, കാലടി തുടങ്ങിയ പ്രദേശങ്ങളിൽ ദേശീയപാതയോരത്ത് വ്യാപകമായി ഈ കരാർ കമ്പനിയുടെ വാഹനം ഉപയോഗിച്ചാണ് വ്യാപകമായിട്ട് മണ്ണ് കൊണ്ടുവന്ന് നികത്തിക്കൊണ്ടിരിക്കുന്നത്. ലോഡിന് 3000 മുതൽ 5000 രൂപ വരെയാണ് വാങ്ങുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഉദ്യോഗസ്ഥ വിഭാഗത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ്, റവന്യൂ ഉദ്യോഗസ്ഥന്മാർ, ഭൂമാഫിയ കൂട്ടുകെട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് NHAയുടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർമാൻ, ആ ചെയർമാന് ശ്രീ സന്തോഷ് കുമാർ യാദവിന് IASന് അതുമായി ബന്ധപ്പെട്ട് BJP പരാതി നൽകിയിട്ടുണ്ട്. പൊന്നാനി താലൂക്കിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അനധികൃതമായി നികത്തിയ ഭൂമി പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. NCV ന്യൂസ്, എടപ്പാൾ.